ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോൾ 13ാം പ്രതിയായി ചേർക്കപ്പെട്ടിരിക്കുന്ന തന്ത്രി രാജീവ് കണ്ഠര് താഴ്വൺ കുടുംബത്തിലെ വളരെ പ്രധാനപ്പെട്ട തന്ത്രിയാണ്. എങ്ങനെയാണ് ഈ താഴ്വൺ കുടുംബത്തിന് ശബരിമലയുമായിട്ടുള്ള ബന്ധം? ഇതുവരെ ഇതിനെക്കുറിച്ച് ആഴത്തിൽ നോക്കാത്തവർക്ക് വളരെ ചുരുക്കി ഞാൻ വിശദീകരിക്കാം. താഴ്വൺ കുടുംബം കേരളത്തിലെ ആദ്യ താന്ത്രിക കുടുംബങ്ങളിലൊന്നാണ്. യഥാർത്ഥത്തിൽ പരശുരാമൻ കൊണ്ടുവന്നു എന്നുള്ളതൊക്കെയാണ് വിശ്വാസം. പുരുഷന്മാർക്ക് കണ്ഠര് എന്ന് പറയുന്ന ഒരു സ്ഥാനപ്പേരാണ് ഉള്ളത്. സ്ത്രീകൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് പദവികൾ നൽകിയതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. കണ്ഠര് എന്നാണ് വിളിക്കുക. അവിടുത്തെ തന്ത്രിപ്രധാനികളായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അങ്ങനെയാണ് അത്രയും സ്ഥാനപ്പേര്. ആ സ്ഥാനം ചെങ്ങന്നൂരിനടുത്തുള്ള മുണ്ടൻകാവിലാണ്. മക്കത്തായ സമ്പ്രദായം ഇപ്പോഴും പിന്തുടരുന്നുണ്ട് താഴ്വൺ കുടുംബം. 100ഓളം ക്ഷേത്രങ്ങളിൽ താന്ത്രിക അധികാരമുണ്ട് താഴ്വൺ കുടുംബത്തിന്. അത് നമ്മുടെ രാജ്യത്തിനുള്ളിലും രാജ്യത്തിന് പുറത്തുമായി ഒരുപാട് പ്രതിഷ്ഠകൾ നടത്തിയിട്ടുണ്ട്. ഒരുപാട് ഇടങ്ങളിൽ താന്ത്രിക അധികാരമുണ്ട്. 15ഓളം വിദേശ ക്ഷേത്രങ്ങളിൽ പോലും താന്ത്രിക അധികാരമുള്ള കുടുംബമാണ് താഴ്വൺ കുടുംബം. 1902 മുതൽ ശബരിമലയിലെ തന്ത്രം കയ്യിൽ വന്നു. 1902 അന്ന് പുല്ലുമേഞ്ഞ ശബരിമലയിൽ വലിയ രീതിയിൽ ഒരു അഗ്നിബാധ ഉണ്ടാവുന്നുണ്ട്. ആ അഗ്നിബാധയ്ക്ക് ശേഷം ആ ക്ഷേത്രം പുനർനിർമ്മിക്കുന്ന വേളയിൽ അവിടെ ഈ താഴ്വൺ തന്ത്രിക്കാണ് അധികാരമുണ്ടായിരുന്നത്. പ്രതിഷ്ഠ നടത്തുന്നത് താഴ്വൺ തന്ത്രിയാണ്. 1902 ശബരിമല അഗ്നിബാധയ്ക്ക് ശേഷം 1909 താഴ്വണിലെ തന്നെ കണ്ഠര് പ്രഭാകരാണ് പ്രതിഷ്ഠ നടത്തുന്നത്. ഇന്നത്തെ പ്രതിഷ്ഠയായിരുന്നില്ല, അത് 1950 1950 വീണ്ടും ഒരു അഗ്നിബാധയുണ്ടാവുന്നു. പുതിയ പഞ്ചലോഹ വിഗ്രഹത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടത്തിയത് കണ്ഠര് ശങ്കരാണ്. അപ്പോൾ കണ്ഠര് ശങ്കർ നടത്തിയ പ്രാണപ്രതിഷ്ഠ നടത്തിയ അയ്യപ്പന്റെ വിഗ്രഹമാണ് ഇപ്പോൾ സന്നിധാനത്തുള്ളത്. അതിനു മുൻപ് 1909 കണ്ഠര് പ്രഭാകരാണ് ആദ്യമായി താഴ്വൺ കുടുംബത്തിൽ നിന്ന് ശബരിമലയിൽ ഒരു വിഗ്രഹ പ്രതിഷ്ഠ നടത്തുന്നതും 1902 മുതൽ ശബരിമലയിലെ താന്ത്രിക അധികാരം താഴ്വൺ കുടുംബത്തിനാണ് ഉള്ളത്. അപ്പോൾ ഈ താഴ്വൺ മഠത്തിന്റെ അധികാരത്തിന് 1.25 നൂറ്റാണ്ട് പഴക്കമുണ്ട് എന്നർത്ഥം. ഇപ്പോൾ നിലവിലുള്ള താഴ്വൺ കുടുംബത്തിലെ തന്ത്രിമാരുടെ അവരുടെ ഒരു ഹൈറാർക്കിക്കൽ ട്രീ നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ താഴ്വൺ തന്ത്രി കുടുംബത്തിലെ കണ്ഠര് പരമേശ്വര്, കണ്ഠര് ശങ്കർ ഇവർ സഹോദരങ്ങളായിരുന്നു. കണ്ഠര് ശങ്കർക്ക് ആൺമക്കളില്ലാത്തത് കൊണ്ട് മക്കത്തായം പിന്തുടരുന്ന താഴ്വൺ കുടുംബത്തിന് താന്ത്രിക അധികാരം കണ്ഠര് ശങ്കറിന് ശേഷം ആ തലമുറയിൽ ഉണ്ടായില്ല. പിന്നീടുണ്ടായത് കണ്ഠര് പരമേശ്വർക്കായിരുന്നു. കണ്ഠര് പരമേശ്വർക്ക് 3 ആൺകുട്ടികൾ. അതിൽ കണ്ഠര് നീലകണ്ഠര്, കണ്ഠര് കൃഷ്ണര്, കണ്ഠര് മഹേശ്വര്. ഇതിൽ കണ്ഠര് നീലകണ്ഠർക്ക് ആൺമക്കളില്ല, പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളത് കണ്ഠര് കൃഷ്ണനും കണ്ഠര് മഹേശ്വരുമാണ്. ഇതിൽ കണ്ഠര് കൃഷ്ണരുടെ മകനാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ശബരിമലയിലെ തന്ത്രിയായിരുന്ന കണ്ഠര് രാജീവര്. കണ്ഠര് രാജീവരുടെ മകൻ കണ്ഠര് ബ്രഹ്മദത്തനും ശബരിമലയിൽ താന്ത്രിക അധികാരം ഉപയോഗിച്ചിട്ടുണ്ട്, തന്ത്രിയായിരുന്നു. കണ്ഠര് മഹേശ്വരുടെ മകനായ കണ്ഠര് മോഹനര് എന്നാൽ ശോഭാ ജോൺ കേസിൽപ്പെട്ട് കുപ്രസിദ്ധി ആർജിച്ച ആ കേസിൽപ്പെട്ട് പിന്നീട് തന്ത്രപദവി പോവുകയും ജസ്റ്റിസ് പരിപൂർണൻ കമ്മീഷന്റെ അഭിമുഖത്തിൽ ഗായത്രി മന്ത്രവും സംസ്കൃതത്തെക്കുറിച്ചും കാര്യമായി പിടിയില്ല എന്നുള്ളത് പുറത്തു വരികയും ലൈംഗികാരോപണ കേസിൽ അകപ്പെട്ട് മോഹൻ കണ്ഠർക്ക് തന്ത്രി പദവി നഷ്ടപ്പെടുകയും പിന്നീട് അത് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി കൈക്കൂലി വാഗ്ദാനം ചെയ്തു തുടങ്ങിയ കേസുകളൊക്കെ നമ്മൾ കേട്ടതാണ്. കുടുംബത്തിലെ തന്നെ ഒരു സ്വത്ത് തർക്കത്തിലും കണ്ഠര് മോഹൻര് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മകനായ കണ്ഠര് മഹേഷ് മോഹൻരാണ് ഇപ്പോൾ സന്നിധാനത്തെ തന്ത്രി. അപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന കണ്ഠര് രാജീവരുടെ പ്രാധാന്യം എന്ന് പറയുന്നത് ശബരിമലയിലെ ആചാരങ്ങൾ, വിഗ്രഹപ്രതിഷ്ഠ, ദേവന്റെ അനുജ്ഞ വാങ്ങുക, അതായത് സന്നിധാനത്ത് നടക്കുന്ന ഏതൊരു പ്രധാനപ്പെട്ട ചടങ്ങുകളിലും ഈ ദേവന്റെ അനുജ്ഞ വാങ്ങുന്നത് തന്ത്രിയുടെ സാന്നിധ്യത്തിലാണ്. 36 വർഷമായി ശബരിമലയിലെ തന്ത്രിസ്ഥാനത്തെത്തിയ മനുഷ്യനാണ് കണ്ഠര് രാജീവര്. കൃഷിവകുപ്പിലൊരു ഉദ്യോഗസ്ഥനായിരുന്നു. 7 വർഷം മാത്രമാണ് അദ്ദേഹം അവിടെ ജോലി അനുഷ്ഠിച്ചത്. അതിനുശേഷം പൂർണ്ണമായിട്ടും അദ്ദേഹം അച്ഛനോടൊപ്പം തന്നെ സന്നിധാനത്തേക്ക് വരികയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ രാജീവ് കണ്ഠര് അറസ്റ്റിലാകുമ്പോൾ താഴ്വൺ തന്ത്രി കുടുംബത്തിൽ നിന്ന് അറസ്റ്റിലായി ജയിലിൽ പോകുന്ന ആദ്യത്തെ തന്ത്രിയായി മാറുന്നു എന്നുള്ളതാണ്. മോഹൻ കണ്ഠർക്കെതിരെ കുപ്രസിദ്ധമായ കേസ് വന്നിട്ടും മോഹൻ കണ്ഠര് ജയിൽവാസം അനുഭവിച്ചിട്ടില്ല എന്നത് ആലോചിക്കണം. എന്നാൽ സ്വർണ്ണക്കൊള്ള കേസിൽ, ദേവന്റെ തന്നെ സ്വർണം കവർന്ന കേസിൽ കണ്ഠര് രാജീവർ അകത്തു പോകുമ്പോൾ കണ്ഠര് രാജീവരെ വളരെ ആദരവോടുകൂടി കണ്ടിരുന്ന വിശ്വാസ സമൂഹത്തിന് ഒരു വലിയ ഞെട്ടലായിട്ടത് മാറുന്നുണ്ട്. സ്മൃതി, തീർച്ചയായും Debate with Dr. Arun Kumar.